ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു 3-in-1 എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് കാണാം എൻ്റെ കൂടെ ഇന്ന് സ്ക്രീൻ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം എൻ്റെ കൂടെ നല്ല കുറച്ച് ഗസ്റ്റും കൂടി ഉണ്ട്. അവരൊരു പ്രത്യേക കാര്യം കൂടി പറയാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ കാര്യം നിങ്ങളോട് പറയാനായിട്ട്. തിര അല്ലേ? അപ്പോൾ തിര കൾച്ചറൽ ഇവന്റിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഇത്രയും പേര് ഇവിടെ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. പേരൊന്ന് പറയാം. ഹായ്, എൻ്റെ പേര് ഷബ്നാസ് അബ്ദുൽ ജലീൽ. പിന്നെ ഈ തിരൻ്റെ കമ്മിറ്റി മെമ്പറാണ്. എൻ്റെ പേര് ഇക്ബാൽ. ഞാനും ഒരു കമ്മിറ്റി അംഗമാണ്. ഓക്കെ, ഞാൻ ഹൻസ് ഹമീദ്. ഈ പേരാണ് എനിക്ക് കിട്ടിയത്, ഹൻസ് ഹമീദ്. അപ്പൊ ഞാൻ നോക്കായിരുന്നു ആരാണ് ഈ കൂട്ടത്തിൽ ഹൻസ് ഹമീദ് എന്ന്. ഓക്കെ, വാസൽ വില്ലേജിൽ 2022 മുതൽ താമസിക്കുവാണ്. 2022 മുതലാണ് ഈ ഒരു തിര എന്ന് പറഞ്ഞ സംഘടനയും തുടങ്ങിയത്. അത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അത് തന്നെ, അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. ഓക്കെ, അടുത്ത ആളുടെ പേര്. എൻ്റെ പേര് അനൂപ്. ഞാനും വൺ ഓഫ് ദ പ്രോഗ്രാം കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ 2022 സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതലേ നമ്മളെല്ലാവരും കൂടെ ആണിത് തിര എന്നുള്ള ഒരു ഈവെന്റിന്റെ ഓർഗനൈസിങ് കമ്മിറ്റി മുതൽ ഉള്ളൊരു ബന്ധമാണ് എല്ലാവരും തമ്മിൽ. ഓക്കെ, അത് നിങ്ങൾ എല്ലാവരും 2022 മുതൽ അവിടെ താമസിക്കുന്ന ആൾക്കാരാണോ? ആണല്ലേ? ആണല്ലേ? ഓ, ഓക്കെ. മൈക്ക് വെച്ച് സംസാരിക്കണേ. ഓക്കെ, അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, തിര എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൂട്ടായ്മയാണ്. നിങ്ങൾ അൽവാസൽ വില്ലേജ് അല്ലെ? അൽവാസൽ വില്ലേജിന്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അവിടെ നമ്മൾ എല്ലാവരോടും എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ, നിങ്ങൾ 2022 അവിടെ താമസം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ വായിച്ച കാര്യം, എനിക്ക് പിടികിട്ടിയ ഒരു കാര്യം, കുറച്ച് ഫാമിലി ആയിട്ട് തുടങ്ങിയിട്ട് അതൊരു 3 വർഷം ആയപ്പോഴേക്കും നിങ്ങൾക്കൊരു ബിഗ് ഫാമിലി, ഒരു കൂട്ടായ്മ തന്നെയായി അല്ലെ? അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ്. ഐ എം സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. കാരണം ഇപ്പം നിങ്ങൾ ഇത് നടത്താൻ പോകുന്നത് അജ്മാൻ കൾച്ചറൽ സെന്ററിൽ വെച്ചിട്ടാണ് അല്ലെ? അവിടെ 1000-ഓളം പേരെ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അത്രയും ബിഗ് ആയിട്ടാണ് ഈ വർഷം നിങ്ങൾ ഈ തിര ആഘോഷിക്കാൻ പോകുന്നത് അല്ലേ? പിന്നെ മെയിൻ ആയിട്ട് പറയാന്ന് വെച്ചാൽ, നമ്മുടെ ഈ വാസൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെ ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കമ്മ്യൂണിറ്റി ദർ ഇൻ നൽക്കസീസ്. ഐ തിങ്ക് സോ. അപ്പോൾ നമ്മുടെ ഒരു 6000+ യൂണിറ്റ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതായത് 62 ബിൽഡിങ്സ് ഉണ്ട്. അതിനകത്ത് കൂടുതൽ നമ്മുടെ എല്ലാ നാഷണാലിറ്റീസ് ഉണ്ട്. പക്ഷേ കൂടുതൽ നമ്മളെ മലയാളീസ് തന്നെയാണ്. എവിടെ പോയാലും മലയാളീസ് ആണല്ലോ. നമ്മുടെ എവിടെ പോയാലും മലയാളീസിന്റെ ഒരു കൂട്ടായ്മയും അതിന്റെ ഇത് എവിടെയും കാണലില്ല. അത്രയും നമ്മള് മലയാളികൾ അത്രയും ഒത്തൊരുമയിൽ മുമ്പോട്ട് പോകുന്ന ഒരു കൺട്രിയും കൂടിയാണ് ദുബായ്. അതൊരു സന്തോഷം കൂടിയാണല്ലേ, ഒരാളെ കണ്ട് നമ്മളൊന്ന് ഒരു ഹായ് എങ്കിലും നമ്മൾ അങ്ങോട്ട്. തീർച്ചയായിട്ടും. അതെ. പിന്നെ മെയിൻ ആയിട്ട് നമ്മളിങ്ങനെ പ്രവാസ ലോകത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിറ്റി ലൈഫ് എന്ന് പറയുന്നത്, അത് മീൻസ് സാധാരണ നമ്മൾ വേറെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ് നമുക്ക് കുറേ സൗഹൃദങ്ങൾ, പിന്നെ എല്ലാം നമുക്കിപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്ത് പോകാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് ഫ്രണ്ട്സുമായിട്ട് എല്ലാവിധ മീൻസ് ഇവന്റിൽ തന്നെ നമ്മൾ എല്ലാവിധം ഇത് നമ്മൾ സ്പോർട്സ് ആയാലും എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാവരും എൻഗേജ്ഡ് ആണ്, മക്കളായാലും ഹസ്ബൻഡ്സ് ആയാലും നമ്മളായാലും. അതിപ്പോ അങ്ങനെ. അപ്പം ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, എന്തൊക്കെയാണ് ഈ ഫെസ്റ്റിൽ നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നത്? October 6th ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, കുറേ ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പോൾ ഈ October 6th നിങ്ങൾ ആ അൽവാസൽ വില്ലേജിലുള്ളവർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ, അതോ നമുക്ക് പുറത്തുള്ളവർക്ക് അറിയുന്നവർക്കൊക്കെ നിങ്ങളുടെ ഈ ഒരു ഇവന്റ് ഒന്ന് കാണാൻ പറ്റുമോ? ഇല്ല, ഈ ഇവന്റ് എക്സ്ക്ലൂസീവ് ഫോർ അൽവാസൽ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്കാണ്. അപ്പോൾ പുറത്തുനിന്ന് ആർക്കും വരാൻ പറ്റൂല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ അത് ഓൺലി ഓണം ബേസ്ഡ് ഒരു പ്രോഗ്രാം ആയിരുന്നു. അത് മാറ്റി ഇപ്രാവശ്യം നമ്മൾ ഒരു കൾച്ചറൽ ഇവന്റ് ആക്കി. അതായത് നോർത്ത് ഇന്ത്യൻസ്, അതുപോലെ തന്നെ നമ്മളെ ലോക്കൽ അറബ്സ്, ആഫ്രിക്കൻസ്, ഫിലിപ്പീൻസ്, എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് ഇപ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഹൻസിനോട് ചോദിക്കട്ടെ, നിങ്ങളിത് തുടങ്ങാനുള്ള ഒരു ഐഡിയ ആരാ കൊണ്ടുവന്നേ? സോ ഇതിന്റെ തുടക്കം ഇക്ബാലിൽ നിന്ന് തന്നെയാണ്. നേരത്തെ പറഞ്ഞല്ലോ, വൺ ഓഫ് ദി എർലി ടെനന്റ് ആണ് വാസലിലെ. അപ്പൊ ഞാൻ ആ സമയത്ത് ഷാർജയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ വാസൽ വില്ലേജിൽ വരുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ വരുന്നതിന് മുമ്പേ എന്നെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്, ചെറിയ ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്യാണ്. അതിൻ്റെ ഒരു ഇവന്റ് ഉണ്ട്, അതിന് വരാമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ താമസം മാറിയിട്ട് തന്നെ ഇല്ല. അപ്പോൾ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് വാസലിൽ വരുന്നതിന് മുമ്പ് തന്നെ, വാസൽ വില്ലേജിൽ വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫീൽ വന്നു തുടങ്ങി. അതിനുശേഷം ആദ്യത്തെ വർഷം ഈ പറയുന്ന പോലെ വളരെ ചെറിയൊരു രീതിയിൽ തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അന്നൊക്കെ നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. കാര്യം നമ്മൾ ഷാർജയിൽ ഇത്രയും വർഷം താമസിച്ചിട്ടും നമ്മൾ ആ ഒരു ഫീൽ നമുക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല.
അപ്പോൾ അത് ഭയങ്കര ഒരു വ്യത്യാസമായിരുന്നു. എന്നേക്കാൾ ഉപരി മകൾക്കാണെങ്കിലും വൈഫിനാണെങ്കിലും വലിയൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഫോം ചെയ്യാനായിട്ട് ഇത് സഹായിച്ചിട്ടുണ്ട്. അതൊരു ഡിഫറൻസ് തന്നെ ആയിരിക്കും അല്ലെ? ഇപ്പം ഷാർജയിൽ നിന്ന് മാറിയപ്പോൾ ഹൻസിന് അത് മനസ്സിലാകും ആക്ച്വലി അല്ലെ? കാരണം നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിലും ഒന്ന് പോയി സംസാരിക്കാനാണെങ്കിലും നമ്മുടെ ഒരു മൂഡ് തന്നെ മാറും അല്ലെ? അനൂപിനോട് ഞാൻ ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന പ്രോഗ്രാംസ് ആക്ച്വലി 6th പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ കണ്ടൊരു കാര്യം ലഞ്ചും ഡിന്നറും എല്ലാം ഇൻക്ലൂഡ് ആണ്. എനിക്ക് അറിയേണ്ടത് രാവിലെ തൊട്ട് തുടങ്ങുകയാണ്, ടോട്ടൽ പാക്കേജ് ആണ്. ബേസിക്കലി നമ്മൾ രാവിലെ ഒരു അറൌണ്ട് 10 സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. ബട്ട് അഗൈൻ ഓൾമോസ്റ്റ് ഒരു 15 to 16 ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് ലൈൻഡ് ആണ്. ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആൾക്കാർക്കുള്ള ഒരു എന്റർടൈൻമെന്റ് ത്രൂ ഔട്ട് ദ ഡേ. എന്റർടൈൻമെന്റ്, ഫൺ ആൻഡ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഫുഡ്, എവറിത്തിങ് ഉള്ള ഒരു പരിപാടിയാണ്. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ നല്ലൊരു സദ്യയുണ്ട്. പിന്നെ അതുകൂടാതെ ഇതെല്ലാം ഉച്ചയ്ക്ക് ശേഷം ഒരു ബാൻഡുണ്ട്. ഒരു നമ്മുടെ സുമി അരവിന്ദ്, പിന്നെ പ്രദീപ് ബാബു ഇവരെല്ലാം ലീഡ് ചെയ്യുന്ന ഒരു ബാൻഡ്. ഒരു കുടുംബം തന്നെയാണ് അവരും. നമ്മുടെ ഇവിടെ വന്ന് ഷോ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഒരു ഫാമിലി തന്നെയാണ്. അതെ അതെ അതെ. അപ്പൊ അവരുടെ ബാൻഡ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിന്നറും കഴിഞ്ഞിട്ട് നമ്മള് നമ്മുടെ ഫാമിലി എല്ലാവരുമായിട്ട് പോകാറുള്ളൂ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നേരത്തെ ഷബ്നാസ് ഒക്കെ പറഞ്ഞ പോലെ ഇപ്പം ഞങ്ങളെല്ലാവരും പല സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാരല്ലേ. ഇവിടെ വന്നിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു റിലേറ്റീവ്സിനേക്കാളും ഇവര് നമ്മളെ ഫ്രണ്ട്സ്. എനിക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ അന്നേരം ഇവരോട് പറയുക, അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള ഒരു ബോണ്ടാണ്. അപ്പം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഇവിടെ കുറച്ച് ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുണ്ടാവും അല്ലെ? കാരണം എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ നമ്മൾ അവരുടെ അടുത്തായിരിക്കും ഓടിച്ചില്ല, അല്ലെങ്കിൽ സന്തോഷമായിക്കോട്ടെ അല്ലെ? അപ്പൊ താങ്ക്സ് ടു യു ആക്ച്വലി. കാരണം ഇങ്ങനെ ഒരു സംഘടന, ഇങ്ങനെ കൂട്ടായ്മ നിങ്ങൾ എല്ലാവരും കൂടെ ഒത്തുചേരണമെന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല. ഇവര് 4 പേര് മാത്രമല്ല ഈ ഒരു കൂട്ടായ്മയിലുള്ളത്. എനിക്ക് കുറച്ച് ആൾക്കാരെയും കൂടെ പരിചയപ്പെടുത്താൻ. നമുക്കൊരു വീഡിയോ കണ്ടാലോ? നിങ്ങൾ കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ടില്ലേ? അപ്പൊ അവരുടെയും കൂടെ UBL TV ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെയും കൂടെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അവരെ കുറിച്ച് എന്നോടൊന്ന് പറയൂ കേട്ടോ. ആക്ച്വലി 2-3 എന്ന് പറഞ്ഞാൽ ആക്ച്വലി കുറഞ്ഞു പോകും. നമ്മളുടെ പുറകിൽ വലിയൊരു ടീം തന്നെ ഉണ്ട്. അതായത് ഇതിനൊരു കമ്മിറ്റി ഉണ്ട്, ഒരു കൾച്ചറൽ കമ്മിറ്റി ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് ഈ ഒരു 40-50 ഡിഗ്രി ചൂടില് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10-20 പ്രോഗ്രാംസ് ആണ് ടോട്ടലി ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൊച്ചു കുട്ടികളുടെ പ്രോഗ്രാംസ് ഉണ്ട്. 10 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സ് മുതലേ തുടങ്ങുന്നുണ്ട് ഡാൻസും മറ്റുമൊക്കെ. പിന്നെ വലിയൊരു സീനിയർ ആയിട്ടുള്ള ആളുകൾ അവരുടെ ക്ലാസിക്കൽ പെർഫോമൻസ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ വലിയൊരു ടീം തന്നെ ഇതിന്റെ പുറകിൽ കഴിഞ്ഞ 2 മാസമായിട്ട്. വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ടത് നിങ്ങളോട്, കാരണം ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ഈഗോ വരരുത് അല്ലെ? അതാണ് നിങ്ങളുടെ ഇടയ്ക്ക് ഇല്ലാത്തത് അല്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നീയാണോ വലുത് അല്ലെങ്കിൽ ഞാനാണോ അല്ലെ? അപ്പൊ നിങ്ങളുടെ ഒരു കൂട്ടായ്മ എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷമാണ്. നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഒരു വീഡിയോ കണ്ടതില് ഇപ്പം നമ്മളിപ്പോ നിങ്ങൾ 4 പേരും കൂടെ വന്നു. ഷബ്നാസ്, ഇക്ബാൽ, ഹാൻസ്, അനൂപ്. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരും പഠിച്ചേക്കാം. അതെ. അപ്പൊ നിങ്ങളുടെ കൂടെ അത് നമ്മളിപ്പോ വീഡിയോയിൽ 3-4 പേരെ ഇവിടെ കണ്ടു. അപ്പൊ അവരെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു തരുമോ? നമുക്ക് ഇപ്പൊ വീഡിയോയിൽ കണ്ടത്, ഇപ്പൊ നമ്മുടെ കൂടെ ഈ സ്റ്റുഡിയോയിൽ വന്നത് മിസ്റ്റർ ശ്രീ വന്നിട്ടുണ്ട്. പിന്നെ രജീഷ് ആൻഡ് ഓൾസോ മിനു എന്ന് പറയുന്നത് നമ്മുടെ അനൂപ് ബ്രോന്റെ വൈഫാണ്, എന്റെ ബെസ്റ്റിയാണ്. അത് ഞാൻ കണ്ടിരുന്നു പേര് വന്നപ്പോ. അതെ. അപ്പൊ അത് കൂടാണ്ട് നമുക്ക് ഇനിയും ഞാൻ പറഞ്ഞല്ലോ, ഹാൻസ് ഭായ് പറഞ്ഞ പോലെ നമ്മുടെ ഈ കോർ കമ്മിറ്റിയിൽ ഇനിയും ഒരു 3-4 പേരുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമുക്കൊരു കൾച്ചറൽ കമ്മിറ്റി ഉണ്ട്. കൾച്ചറൽ കമ്മിറ്റിയിൽ മെയിനായിട്ട് നമ്മൾക്കുള്ളത് കുറെ കൊറിയോഗ്രാഫേഴ്സ് ആണ്, വെൽ ട്രെയിൻഡ്. മീൻസ് അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്ത് ഏതൊരു കാര്യത്തിനും നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സർവീസിന് എന്തും ആഗ്രഹിക്കും. പക്ഷെ നമുക്കുള്ള കൾച്ചറൽ കമ്മിറ്റിയിലുള്ള ആ ഒരു ടീം എന്ന് പറയുന്നത്, they are so much dedicated, and it is really good to see them how they contribute to the event. Like അവരുടെ ജോലികൾ കഴിഞ്ഞിട്ട് അവര് നമ്മുടെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ വീട്ടിലേക്ക് വിളിക്കുന്ന. ആൻഡ് ഓൾസോ യു ക്യാൻ സീ ദാറ്റ് വാസൽ വില്ലേജിൽ ഇപ്പം വന്നാൽ തന്നെ യു ക്യാൻ സീ ദാറ്റ് there are lots of groups they are practicing. യു ക്യാൻ സീ ചെറിയ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, കുറച്ച് ടീനേജേഴ്സ്, പിന്നെ നമ്മുടെ പോലത്തെ മീൻസ് ഒരു 40s 30s വരുന്ന ആൾക്കാർ.
ആൾക്കാർ, and also gents, they are also, you can see that there are lots of 2-3 groups of gents performing, and while coming നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറയുന്നത് ഈവൻ ഹൻസിന്റെ ഒരു നല്ലൊരു മെലഡി ഉണ്ട്, മീൻസ് അവരൊരു ഗ്രൂപ്പ് മെലഡി, മെഡ്ലി. അപ്പൊ നല്ലൊരു മ്യൂസിക്കിന്റെ ഒരു ഇത്. പിന്നെ അത് കൂടാണ്ട് നമ്മൾ വേറൊരു സാധനം കൂടി ഇപ്രാവശ്യം തിരയിൽ ഇറക്കുന്നുണ്ട്, അതായത് നമ്മുടെ മംഗലപ്പുര. അതെന്ന് വെച്ചാല് നമ്മള് ഈ കമ്മിറ്റി ആയിട്ട് ഇരുന്നപ്പം വി വാസ് ജസ്റ്റ് തിങ്കിങ് ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ളത് കൊണ്ടുവരണം. അപ്പൊ ഇക്ബാൽ എല്ലാം സംസാരിക്കുമ്പോൾ എന്താ കൊണ്ടുവരാൻ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് എടുത്ത് പറഞ്ഞു ഓക്കെ ഒരു മംഗലപ്പുര. അന്നേരം എന്റെ തലയിൽ ഒന്നും ഉണ്ടായില്ല. മംഗലപ്പുര എന്ന് പറയുമ്പോൾ ഓക്കെ എന്താ മംഗലപ്പുര, ഒരു ചെറിയ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ നമ്മുടെ കമ്മിറ്റിയിലെ വേറൊരു അംഗം കൂടിയാണ് ഫസി എന്ന് പറയുന്നത്. മൂപ്പര് നല്ല സ്ക്രിപ്റ്റ് റൈറ്ററാണ്. കഴിഞ്ഞ തവണത്തെ തിരയില് നമ്മളൊരു സ്കിറ്റ് ചെയ്തതിൽ മൂപ്പരായിരുന്നു സ്ക്രിപ്റ്റ് ചെയ്തിരുന്നേ. സോ അപ്പോൾ ഈ ഒരു തീം, ഈ ഒരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ വന്നപ്പം ഞാൻ ഫസിയായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പം മംഗലപ്പുരയുടെ മെയിൻ ആയിട്ട് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തക്കാരുടെ കല്യാണങ്ങളാണ്. അത് മാത്രമല്ല നമ്മൾ ഇപ്പം ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ കൂടുതൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഫ്രണ്ട്സാ പറഞ്ഞാൽ മനസ്സിലാവും. കട്ട ഫ്രണ്ട്സ് പറഞ്ഞാല് എന്തെങ്കിലും ഒരു മുഖം ചെറുങ്ങനെ മാറിയാൽ തന്നെ സീ സംതിങ് ഇസ് ദേർ, ജസ്റ്റ് ഓപ്പൺ അപ്പ്. അപ്പൊ അങ്ങനെ ചോദിക്കാനും പറയാനും നമ്മളെ കൂടെ ആൾക്കാരുള്ളപ്പം സീറ്റ്സ് പ്രത്യേക ഫീലിംഗ് ആണ് അത്. ആക്ച്വലി യെസ്, അമേസിംഗ്. അപ്പൊ ഇമോഷണൽ ആവുന്നുണ്ട്. അങ്ങനെ പറയുമ്പം നമുക്ക് ഈ ഒരു കല്യാണത്തിനെ കുറിച്ചിട്ട് ഇതാക്കുമ്പോ ഫുൾ ഒരു കല്യാണത്തിന് എന്തെല്ലാം ഉണ്ട്. അതായത് കല്യാണത്തിന് നമ്മുടെ മലബാർ കല്യാണം, അതായത് മലബാർ കല്യാണത്തില് അതിന്റെ മുന്നേ ഉണ്ട് അരിക്കുത്ത്, ഹൽദി, മെഹന്തി, പിന്നെ കല്യാണത്തിന്റെ അത് മുട്ടിപ്പാട്ട്. അപ്പൊ ഈ ഒരു സ്കിറ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഓളം തന്നെ സൃഷ്ടിക്കുന്നുള്ളത് എനിക്ക് മീൻസ് ഐ എം ക്വൈറ്റ് ഷുവർ. അപ്പൊ ഈ മംഗലപ്പുര അന്നത്തെ ദിവസം ഇത് അവിടെ ഒരു ആഘോഷമാക്കുകയാണ്. അതുമല്ല, കാരണം നമ്മുടെ ഈ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിന് ഒരു കല്യാണം എല്ലാവർക്കും ഒരുപോലെ കൂടാൻ ഒരു അവസരം കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഈ ഒരു ഇതില് നമ്മൾ ഫ്രണ്ട്സ് മൊത്തം ഫാമിലി ഒരു മംഗലത്തിന് കൂടാന്ന് പറഞ്ഞാല് അത് ആ ഐഡിയക്ക് എന്തായാലും ഷബ്നാസിന് പ്രത്യേക ഒരു കയ്യടി കൊടുക്കണല്ലേ. കാരണം ഇങ്ങനെ നമ്മൾ ചിന്തിക്കില്ല. കാരണം വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര വെറൈറ്റി നമ്മൾ പ്രതീക്ഷിച്ചില്ല അല്ലേ. അമേസിങ് കേട്ടോ ഷബ്നാസ്. കാരണം നമ്മളിപ്പോ എന്താ എല്ലാവരും നമ്മൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്കും കുറെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ ഈ വീക്കെൻഡ് ഗ്യാദർ ചെയ്യുന്നുള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോലെ നമുക്ക് നിങ്ങൾക്ക് ഇപ്പൊ 1-2 പേരല്ല, ഇറ്റ്സ് ലൈക്ക് യു നോ എ കമ്മ്യൂണിറ്റി ഫുൾ ഓഫ് യുവർ പീപ്പിൾ അല്ലേ. അത് ഭയങ്കര ബോണ്ടിങ് ആട്ടോ. ഒരു ഗ്രൂപ്പിൽ നമുക്ക് മാക്സിമം 1,025 ഒരു ഗ്രൂപ്പിൽ നമ്മളിപ്പോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഐ തിങ്ക് എത്ര വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു 10 വാട്സാപ്പ് ഗ്രൂപ്പിന്റെ 10-25 ഗ്രൂപ്പ്സിന്റെ മെമ്പറായി മീൻസ് വൺ ഓഫ് ദ നമ്മൾ അതിന്റെ ഗ്രൂപ്പിലൊരു അംഗമായിരിക്കും. അപ്പോൾ ഇതിൽ ഓരോരോ ഗ്രൂപ്പും 1,025 ആകുമ്പോൾ ഫില്ലായി. നെക്സ്റ്റ് വി ആർ സ്റ്റാർട്ടിങ് അനദർ ഗ്രൂപ്പ്. സി യു ഹാവ് ടു നമ്മുടെ എത്ര ആൾക്കാരുമായിട്ട് കണക്ഷൻ, എത്ര ആൾക്കാർ. അപ്പോൾ ഈ ഞാൻ എപ്പോഴും പറയാം, നമ്മളിപ്പം പുറത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഈ 4 ചുവരിൻ്റെ ഉള്ളിൽ അകത്ത് തന്നെ ഇരുന്നാല് അതങ്ങനെയല്ലേ. ഈവൻ ഈ നമ്മളൊരു മീൻസ് 40s എത്തുമ്പം നമ്മളൊരു പുറത്ത് പോയാൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം there will be some people like they wanted to come but something is holding them back. ഞാനിങ്ങനെ നോക്കും, ഞാൻ പറഞ്ഞു സീ നിങ്ങളുടെ ടാലന്റ് come on no എനിക്ക് പറ്റില്ല. എനിക്ക് ഷബ്നാസിനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ആക്ച്വലി ആള് ഭയങ്കര പവർഫുൾ എനർജി ഉള്ള ഒരു അല്ലെ, ഒരു ഡൗട്ട് വേണ്ട. കാരണം എന്നോട് അതെ എനർജി എന്ന് പറഞ്ഞാൽ സൂപ്പർ പവർഫുൾ എന്നൊക്കെ പറയേണ്ടി വരും. എനർജി അതാ പറഞ്ഞ. വരുമ്പോ ചോദിച്ചു ചായ കുടിക്കുന്നില്ലേന്ന് ചോദിച്ചു നമ്മുടെ ശ്രീ. അപ്പൊ ഞാൻ പറഞ്ഞു ചായ കുടിക്കാൻ ഇപ്പൊ എനർജി കുറച്ച് കുറയുന്ന ആളല്ല, എനർജിക്ക് വേണ്ടിയിട്ട് ചായ കുടിക്കാൻ മീൻസ് ഉന്മേഷം. പക്ഷെ എനിക്ക് ഉന്മേഷം കൂടുതലാണ്, അപ്പൊ ചായയും കൂടിയും കുടിച്ചാൽ കൂടുതൽ ഉന്മേഷം. അതാ സംസാരം കേട്ടപ്പോ തന്നെ എനിക്ക് കിട്ടിയത് ഇങ്ങോട്ട് കേട്ടോ. ആക്ച്വലി ഐ എം വെരി വെരി ഹാപ്പി ടു സീ യു ഓൾ. കാരണം എനിക്ക് വേറൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഹാൻസിനോട് ചോദിക്കാനുള്ളത്, നിങ്ങളിപ്പം 2022 തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം കഴിഞ്ഞ വർഷം നിങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഇതിനകത്ത് വേറെ എന്തൊക്കെയാണ് നിങ്ങൾ ആക്ടിവിറ്റീസ്? അതായത് നിങ്ങൾക്ക് ഓക്കെ പ്രോഗ്രാംസ് കാര്യങ്ങളുണ്ട്, അല്ലാണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒക്കെ കൂട്ടായ്മയായിട്ട് ചെയ്യുന്നുണ്ടോ? ഇതൊരു കൂട്ടായ്മയായിട്ട് തുടങ്ങിയത് 2022 പറഞ്ഞല്ലോ. അന്ന് മുതൽക്കേ ഇനീഷ്യലി ഒരു 60-70 ഫാമിലീസ് വെച്ചിട്ടുള്ള ഒരു ഇവന്റിലാണ് ഇതിന്റെ തുടക്കം. അപ്പോൾ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ, ആ പ്രോഗ്രാം തുടങ്ങുന്നവരെ എല്ലാവർക്കും ഇതൊരു പുതിയൊരു അനുഭവമാണ്. അപ്പോൾ
ആർക്കും അറിയില്ല എന്താണ് ഇതിന്റെ ഫോർമാറ്റ്, എന്തൊക്കെ പരിപാടികളാണ്. അപ്പോൾ അതൊരു വളരെ ഒരു ഹോട്ടലിലെ ഒരു ബോൾ റൂമിലുണ്ടായിരുന്ന ഒരു പ്രോഗ്രാമാണ്. 60-70 ഫാമിലീസ്. അതിനകത്ത് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതിൽ വന്ന ഫാമിലീസ് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ചോദിച്ച മെയിൻ ആയിട്ടുള്ളൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അടുത്തത്, അടുത്ത പരിപാടി എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. അവിടെ നിന്ന് തുടങ്ങി രണ്ടാമത്തെ തിര എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലിയൊരു ഇവന്റ് ആയിരുന്നു. അതിനു മുമ്പായിട്ട് തന്നെ നമ്മൾ ഓൾറെഡി സ്പോർട്സിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. സ്പോർട്സ് എന്ന് പറയുന്നത് തിരയേക്കാളും കുറച്ചും കൂടെ വലിയൊരു ഇവന്റ് ആയിരുന്നു. ഒത്തിരി ഫാമിലീസ്, 100+ ഫാമിലീസ് വന്ന ഒരു ഇവന്റ്. അതിനകത്ത് ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ഓട്ട മത്സരമുണ്ട്, വോളിബോൾ ഉണ്ട്, അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു പറഞ്ഞു എല്ലാരും കേക്കട്ടെ. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ പല സ്ത്രീകളും നമ്മളോട് നേരിട്ട് തന്നൊരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അവരുടെ സ്കൂൾ ലൈഫിന് ശേഷം ആദ്യമായിട്ടാണ് അവരൊരു സ്പോർട്സ് ഇവന്റിൽ പങ്കെടുക്കുന്നത്. അത് ഓട്ട മത്സരം എന്നൊക്കെ പറഞ്ഞാല് ഓട്ട മത്സരമല്ല, മെയിനായിട്ട് ഈ ക്രിക്കറ്റ് എല്ലാം കളിക്കാൻ പറ്റും. ഈ 40+ എനിക്ക് ക്രിക്കറ്റും ഈ സിക്സർ എന്ന് പറയുന്നത് എനിക്ക് യുവരാജ് മീൻസ് കണ്ടിട്ട് വാവുന്നാക്കിയിട്ട് നമ്മൾ അങ്ങനെ. അപ്പൊ ഞാൻ കളിക്കുമ്പോ ഒരു 6 അടിക്കുമ്പോ എനിക്കും പറ്റുമല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇനീഷ്യേറ്റീവ് എടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി മുമ്പോട്ട് വരണം. അപ്പൊ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഹി വാസ് ദ ഫസ്റ്റ് മാൻ ടു കം വിത്ത് മീൻസ് കണക്ടിങ് പീപ്പിൾ ലൈക്ക് applause to you Iqbal, seriously, like, you know, great initiative. Yes, and also like ഒരാൾ മാത്രമല്ല, ഒരാൾ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണം, പക്ഷെ ഒരാൾ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. അപ്പം there should be a group of some other people who should come and support. അപ്പം അങ്ങനെയുള്ള നല്ല നല്ല വ്യക്തികളെ നമുക്ക് ഈ ഒന്നിലേക്ക്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു കാര്യത്തിനും ചില ആൾക്കാരെ പടച്ചോന് ഭൂമിയിലേക്ക് അയക്കും. അവർക്ക് മെയിൻ മോട്ടീവ് മറ്റുള്ള ആൾ സന്തോഷിക്കുന്ന കാണുമ്പം അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ആൻഡ് ഫോർ ദാറ്റ് അവര് വേറെ ഒന്നും നോക്കൂല. അവര് മീൻസ് അവരുടെ ടൈമോ ഒന്നുമില്ല. ദേ ആർ ഫുള്ളി കമ്മിറ്റഡ് ഇൻ ടു ഇറ്റ്. ആൻഡ് അതെന്ന് പറഞ്ഞാൽ ഈ കമ്മിറ്റി മെമ്പറിന്റെ ഒരു ഗുണം കൂടിയാണ്. കാരണം ഷബ്ന പറഞ്ഞൊരു കാര്യം ഭയങ്കരമായിട്ട് നമ്മൾ എല്ലാവരെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഒരു സ്മൈല് ചിലപ്പം വേറൊരാൾക്ക് ഒരു ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും. അല്ല, നമ്മളിപ്പോ സ്ട്രേഞ്ച് നമ്മൾ വേറൊരാളെ കാണുന്നതായിരിക്കും, പക്ഷെ നമ്മൾ ചിലപ്പോൾ ആരാ നമുക്കറിയില്ല, ഒരു സ്മൈൽ അങ്ങോട്ട് കൊടുക്കുമ്പോൾ മേ ബി ആ ഡേ ചിലപ്പോൾ ആൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ഉള്ള ഡേ ആയിരിക്കും. സോ ദിസ് വൺ നിങ്ങളുടെ ഒരു കൂട്ടായ്മ, ഐ എം സോ ഗ്ലാഡ് ആൻഡ് പ്രൗഡ് ഓഫ് യു ഗൈസ്. ആക്ച്വലി ഇങ്ങനെ നമുക്ക് എല്ലാ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ആൾക്കാർ താമസിക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ഇത്രയും നിങ്ങൾ 2022 തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കഠിന പ്രയത്നം കൊണ്ട് മാത്രമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ നിങ്ങളുടെ സീസൺ 2 കുറച്ച് ഗ്ലിംസസ് നമുക്കൊന്ന് കണ്ടാലോ? എങ്ങനെയായിരുന്നു ആ ഇവന്റിന്റെ? ഓക്കെ, അത് നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഒരു രക്ഷയില്ലല്ലോ അല്ലേ, പ്രായഭേദം എന്നെ സൂപ്പർ അല്ല. എനിക്ക് ഈ കമ്മ്യൂണിറ്റി പ്രത്യേകത എന്ന് വെച്ചാൽ 365 ഡേയ്സ് ലൈവ് ആയിരിക്കും, ഒരു ദിവസം പോലും ബോറടിക്കില്ല. അത് ശരിക്കും ഒരു അനുഗ്രഹം കൂടിയാണ് ഇക്ബാൽ. നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം ഒരു കൈയ്യടി തരുന്നതെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഇവിടെ നമ്മൾ പ്രവാസികളായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങള്, പ്രയാസങ്ങള് ഒക്കെ നല്ലതും ഉണ്ടാവും നമുക്ക്. പക്ഷെ അതൊക്കെ ഷെയർ ചെയ്യാൻ നമുക്ക് പറ്റുന്ന കുറച്ച്
ആൾക്കാർ, ബഞ്ച് ഓഫ് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കതൊരു ആശ്വാസമാണ്. ആൻഡ് എന്ത് തോട്ട്, എങ്ങനെയാണ് താങ്കൾക്ക് അങ്ങനെ ഒരു തോട്ട് വന്ന് ഇങ്ങനെ ഒരു ഇത് വേണം എന്നുള്ളത്? ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ എന്റെ മൂന്നാമത്തെ കമ്മ്യൂണിറ്റിയിലാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കുന്നുള്ളത്. That's so sweet. He is just like a social animal. Like, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ പഠിച്ചോൻ ചില ആൾക്കാർക്ക് ഓരോ ഇത് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. and it's 1 minute, and it's not like he is doing only that. He is a very good father. He just take care of his kids so much. Like ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ തന്നെ he will be commenting and മൈക്ക് പിടിച്ചിട്ട് പറയുമ്പോൾ പോലും ചെറിയ മോള് ഇങ്ങനെ ഉണ്ടാവും. സോ it's not like വെറും ഈ കമ്മ്യൂണിറ്റിന്റെ മാത്രമല്ല, മക്കളെ നോക്കുക ഒരു നല്ലൊരു ഉപ്പയാണ്. അല്ല, അങ്ങനെ വീട്ടില് നല്ലൊരു ഉപ്പയും ഹസ്ബൻഡും എല്ലാം ആയതുകൊണ്ടാണ് സമൂഹത്തിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതായത് അല്ലേ? There should be someone who should connect people. exactly. ഏതെങ്കിലും ഒരാൾ ഇപ്പൊ മൂപ്പര് തുടങ്ങിയില്ലെങ്കിൽ ഇതല്ലെങ്കിൽ വേറൊരാൾ ഉണ്ടാവും. നമുക്കൊരു വിശ്വാസം ഒരാളിൽ. ഇപ്പൊ മൂപ്പര് ചെയ്യുമ്പോൾ നമ്മൾ വൃത്തിക്കായി ചെയ്യണം. പിന്നെ അതിനുള്ള കൂട്ടായ്മയിൽ മീൻസ് ഒരാൾ വിചാരിച്ച ഒന്നും കഴിയില്ല, ഒരാൾ തുടങ്ങാം, പക്ഷെ അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാർ വേണം. അതിപ്പോ തുടക്കം ഒരാൾ ഇട്ട് തന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും അതിന് കട്ടയ്ക്ക് നിൽക്കുന്നത് അത് ചെറിയൊരു കാര്യമല്ല. കാരണം ഷബ്നാസ് ആണെങ്കിലും ഹൻസ് ആണെങ്കിലും അനൂപ് ഈ കമ്മിറ്റിയിൽ മൊത്തം 15 പേരുണ്ട്. I consist 15 pillars. ഒരു തൂണിളകിയാൽ എക്സാക്ട്ലി ആ പില്ലേഴ്സ് എല്ലാം അത്ര സ്ട്രോങ് ആണ്. അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇത്ര സക്സസ് ആയിട്ട് നിങ്ങൾ ഈ 2024 വന്ന് നിൽക്കുന്നത് അല്ലെ? കൂട്ടത്തിൽ പറയാനുള്ള വേറെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ എന്തൊരു ഇവന്റ് ചെയ്യുമ്പോഴും അതിന് സപ്പോർട്ട് ഭയങ്കര ആവശ്യമാണ്. ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാം ഒരു ഇവന്റ് വരുമ്പോൾ, പക്ഷെ അതിന്റെ ഒരു ഫൈനാൻഷ്യൽ സൈഡും കൂടെ ഉണ്ട് ഇങ്ങനെ എന്തൊരു പ്രോഗ്രാം ചെയ്യുമ്പോഴും. അപ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇതുവരെ ഈ കഴിഞ്ഞ 2022 ആണെങ്കിലും 23 ആണെങ്കിലും ഇപ്പോൾ 24 ഉൾപ്പെടെ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് എന്ന് പറയാൻ വളരെ വലുതാണ്. നമ്മുടെ സ്പോൺസേഴ്സ് ആണെങ്കിലും മറ്റെല്ലാം ഇങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ആരും ഇല്ല അത് ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലല്ല, നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരുന്ന ഒരു ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. അത് തന്നെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. 100%. കാരണം ഞാൻ പറയട്ടെ, നമ്മൾ ഒരുപാട് പേര് ഈ വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാം ഉണ്ടാക്കും, കുറച്ച് കഴിയുമ്പോഴേക്കും അടിച്ച് പിരിഞ്ഞ് അപ്പുറത്തും പോയി ഇപ്പുറത്തും പോയി എല്ലാം കഴിഞ്ഞു അല്ലെ? അതല്ലേ ട്രൂത്ത്? അതിൻ്റെ നമുക്ക് ഒരുപാടുണ്ടാവും, പക്ഷെ അതിനകത്ത് നിന്നൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യസ്തമായിട്ടാണ് നിങ്ങളുടെ ഈ കൂട്ടായ്മ അൽവാസൽ വില്ലേജ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അനൂപിനോട് ഞാൻ ചോദിക്കാൻ വേറൊരു കാര്യം, എന്താണ് ഈ പ്രാവശ്യത്തെ പ്രോഗ്രാം? അനൂപ് ചെയ്യുന്ന പ്രോഗ്രാം എന്താണ്? ഷബ്നാസ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ പ്രോഗ്രാം കമ്മിറ്റിയിലുള്ള ഒരു വിധപ്പെട്ട എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ മംഗലപുര. അപ്പൊ അതൊരു വമ്പൻ പരിപാടിയാണ്. അപ്പം അതിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഷബ്നാസിന് അത്ര ഇതാക്കണ്ടായിരുന്നു കേട്ടോ. മൈക്ക് പിടിച്ചോ. ഞാൻ ഈ ഇതില് ചെക്കനും പെണ്ണും ശരിക്കും നമ്മുടെ റെയ്സ് സഫ എന്ന് പറഞ്ഞത് അവര് ശരിക്കും ഒരു കപ്പിളാണ്. അവരാണ് മണവാട്ടിയും മണവാളൻ. അതെന്റെ മോന്, ഇത് എന്റെ മൂത്ത മോന്. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഹസ്ബൻഡ് അങ്ങനെ മീൻസ് ഓൺ ദ സ്ക്രീൻ വരാത്ത ആളാണ്, മീൻസ് മൂപ്പര് എല്ലാം കണ്ട് ആസ്വദിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പരം പേരായിട്ട് നിങ്ങൾ വേണം, കാരണം ഞാനന്ന് ചെക്കൻ്റെ ഉമ്മയായിട്ട് അഭിനയിക്കുക. പറഞ്ഞു ഞാൻ വരുന്നൊന്നുമില്ല, നീ ചെയ്തോന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് വേറെ ആളെ നോക്കേണ്ടി വരും, അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബൻഡായിട്ട് നിങ്ങൾ മതി. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മൂത്ത മോന് ഇക്ബാലാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അവന്റെ അത്ര വയസ്സുള്ള ഉപ്പാവേണ്ട പ്രായമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതെന്തായാലും നമ്മളൊരു സ്നേഹം, ഇതൊന്നും വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ. പക്ഷെ അത് ഒരു നല്ലൊരു മീൻസ് എനിക്ക് ഇപ്പൊ തന്നെ എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്, ആ ഒരു ഫീൽ ചെയ്യാൻ പറ്റും. ശരിക്കും ഒരു മംഗലപ്പുര എങ്ങനെയാണ് മലബാർ കല്യാണം അത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ആ സ്റ്റേജിൽ. അതിൽ വേണ്ടിയിട്ട് 2 ആളാണ് ഞാനും പിന്നെ ഫസിയും. നമ്മൾ 2 ആളും ഡയറക്ടേഴ്സ്. ഫസിക്ക് ഇവിടെ എത്തിയാൻ പറ്റിയിട്ടില്ല, പക്ഷെ ബാക്കിയുള്ള എല്ലാവരും സപ്പോർട്ടീവ് ആണ്. നമ്മുടെ മിനു എന്ന് പറയുന്നത് നമ്മുടെ കമ്മിറ്റിയിലെ 3 അംഗങ്ങളാണ്. മീൻസ് മെയിൻ കോർ കമ്മിറ്റിയിൽ ഞാനും ഫസിയും മിനുവാണ്, ബാക്കിയെല്ലാം ജെൻസ് ആണ്. പക്ഷെ ഈ 3 നമ്മൾ 3 ലേഡീസ് എല്ലാ കാര്യങ്ങളും ഏതൊരു കാര്യം അതായത് അത് എല്ലാരും ഇവിടെ വന്ന് ചേർന്നില്ലല്ലോ സംസാരിക്കാനൊന്നും, കാരണം ഇവിടെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാരും ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഭംഗിയാക്കാൻ പറ്റുമായിരുന്നു എന്ന് അത് നമുക്ക് ഇപ്പൊ തന്നെ എല്ലാവരോടും പറഞ്ഞേക്കാം. കാരണം ഞാൻ ഇവിടെ നിങ്ങളെ കണ്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങളെ കുറിച്ച് എല്ലാം ഇവിടെ ഷബ്നാസ് ആയിക്കോട്ടെ, ഇക്ബാൽ ആയിക്കോട്ടെ, ഹാൻസ് ആയിക്കോട്ടെ, അനൂപ് ആയിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു ഇവിടെ ഞാൻ കാണാത്ത എല്ലാവരോടും എൻ്റെ ആശംസ ഞാൻ അറിയിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇനിയും ഉയർന്ന് മുന്നോട്ട് പോകട്ടെ. നിങ്ങൾ എല്ലാവരുടെയും ഈ ഒരു ഒത്തൊരുമ
എന്നും മുന്നോട്ടുണ്ടാവണം. കാരണം അത് ഫിംഗേഴ്സ് ക്രോസ് ലൈക്ക് ടച്ച് വുഡ്. കാരണം മെയിൻ ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മള് കൾച്ചറൽ കമ്മിറ്റിയിലുള്ള അംഗങ്ങളാണ്. അവരുടെ ഫുൾ സപ്പോർട്ട്. അവരില്ലെങ്കിൽ ഒരു പ്രോഗ്രാം നമുക്ക് നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റൂല. അതിനകത്ത് കുറെ ആൾക്കാരുണ്ട്, ഒരു 20ഓളം ആൾക്കാരുണ്ട്. എല്ലാവരും പേര് എടുത്ത് പറയാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ ഒരു വേളയിൽ അവരോട് എനിക്ക് അത്രയും ഹാർട്ട്ഫുൾ താങ്ക്സ് പറയണം. വി ആർ സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് യു ബീങ് എ മെമ്പർ ഓഫ് ദിസ്. അത് നിങ്ങളില്ലെങ്കിൽ ഈ പ്രോഗ്രാം മുമ്പോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ സ്വീറ്റ് ഓഫ് യു ഓൾ. അതുപോലെ തന്നെ വേറെ മംഗലപ്പുര പോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് പ്രോഗ്രാമാണ് ഏകലവ്യ എന്ന് പറഞ്ഞിട്ട് ഒരു അനദർ സ്കിറ്റ് ഉണ്ട്. അതൊരു ഡ്രാമ തീമാണ്. അത് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു മെഗാ ടാലന്റ് ഉണ്ട്, രാജേഷ് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പൊ ആളെന്ന് പറഞ്ഞാൽ എക്സെപ്ഷണൽ ടാലന്റ് ആണ്. നമ്മള് ഇപ്പം പ്രീവിയസ് സ്കിറ്റുകളിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇത്തവണ പുള്ളിയും പുള്ളിയുടെ ടീമുണ്ട്, രാജേഷ്. അപ്പൊ രാജേഷിന്റെ മക്കളൊക്കെ ആയിട്ട് അവരുടെ ടീമുണ്ട്. അപ്പൊ അവര് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു 1.5 months ആയിട്ട് ഇതിനു വേണ്ടി അതിന്റെ കോസ്റ്റ്യൂംസ് അതൊക്കെ ഇട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് എത്ര ടഫ് ആയിരിക്കും, അതിന്റെ എത്ര പെയിൻ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടല്ലോ. കാരണം ഇത് പ്രാക്ടീസ് ചെയ്യണം. കാരണം ഇത്ര മാസം നിങ്ങൾക്ക് ഇത് നാളെ നിങ്ങൾ ഈ 6-ാം തീയതി സക്സസ് ആക്കണമെങ്കിൽ അതിന്റെ ബിഹൈൻഡ് അതിന്റെ ഒരു പ്രയത്നം is not a small thing. അല്ലേ? എക്സാക്ട്ലി. അപ്പം അങ്ങനെ രാജേഷിന് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യാണ് അല്ലേ? നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറെ ഫാൻസ് ഉള്ള ഒരാളാണ്. ഐ ബീങ് എ ബിഗ് ഫാൻ ഓഫ് ഇറ്റ്. അപ്പോൾ മൂപ്പര ആ ഒരു സ്റ്റേജിൽ വന്നാൽ ഇറ്റ്സ് കംപ്ലീറ്റ് ലൈക്ക് മൂപ്പര ആ ഒരു പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് വാവ്, യു വിൽ ബി ജസ്റ്റ് ലൈക്ക് അങ്ങനെ. അപ്പം മൂപ്പര് പ്രത്യേകമായിട്ട് ഒരു ഐറ്റം ഉണ്ട്, അത് കാണാൻ നമ്മളെല്ലാരും കൊതിച്ചു നിൽക്കാം. എല്ലാവരും വെയിറ്റ് ചെയ്യണം. അതും നിങ്ങൾക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. ആ ഒരു മൊമെന്റ് എല്ലാവർക്കും ഭയങ്കര പ്രഷ്യസ് ആവട്ടെ. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ പോലെ എല്ലാവരും ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതുകൂടി പറഞ്ഞോളൂ അല്ലേ? അതും കൂടെ പറഞ്ഞു നിർത്താം. വോയിസ് ഓഫ് വാസൽ എന്നാണ് അതിന്റെ പേര്. വോയിസ് ഓഫ് വാസൽ മെഡലിയാണ്. ഒരു 16 സിംഗേഴ്സ് ഉണ്ട്. ഒരു പാട്ട് പാടുന്നുണ്ടോ? രണ്ടുപേര് രണ്ടുപേര് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ പാട്ട് പാടാതെ വിരിക്കുന്നില്ല. രണ്ടുപേര്. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തേരിൽ. അടിപൊളി, സൂപ്പർ സൂപ്പർ. ആ ഒരു പാട്ടിലെ ഫീൽ ഉണ്ട് അല്ലേ? അമേസിങ്. ഇപ്പം ഞാൻ എന്താ പറയാ, നിങ്ങളെല്ലാരും കാണുമല്ല ഉള്ളിലൊക്കെ ഇങ്ങനെ കലാകാരന്മാർ ഒളിഞ്ഞിരിക്കാന്ന് പറയത്തില്ല, എല്ലാം ഇങ്ങനെ പുറത്തോട്ട് വരാണ് എല്ലാവരും. ഇങ്ങനെയുള്ള ഒരു അവസരം ഉള്ളത് കൊണ്ടാണ് കുറെ കലാകാരന്മാരെയും കലാകാരികളെയും നമ്മൾ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് വേറൊരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്യാനുള്ളത്, ഒരു അനൗൺസ്മെന്റ് കൂടി നമുക്ക് ഇവിടെ പറയാനില്ലേ നമ്മുടെ UPL? അത് എന്താണെന്നും കൂടി നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയോ? അപ്പോ 2024 തിര സീസൺ 3 ആണ്. അതിനകത്ത് നമ്മൾ UBL-നെ ഒഫീഷ്യൽ മീഡിയ പാർട്ണറായിട്ട് കൊണ്ടുവരാം. സൂപ്പർ. നമ്മുടെ UBL ചാനലാണ് ഒഫീഷ്യൽ ചാനൽ പാർട്ണർ അല്ലേ? നിങ്ങളുടെ തിരയുടെ 2024 ചാനൽ പാർട്ണറായിട്ട് നമ്മുടെ UBL ആണ്. ഐ എം സോ ഹാപ്പി. ഞങ്ങൾക്ക് ഒരു ഭാഗമാകാൻ നിങ്ങളുടെ കൂടെ അല്ലേ? ഐ എം സോ ഗ്ലാഡ് ഫോർ ദാറ്റ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ. നിങ്ങളുടെ ഈ 6th പ്രോഗ്രാം ഒരുപാട് സക്സസ് ആവട്ടെ. ആൻഡ് ഇനി മുന്നോട്ട് ഓരോ വർഷവും നിങ്ങൾക്ക് ഇത് ആഘോഷിക്കാൻ പറ്റട്ടെ. അതിന്റെ ഒരു ഭാഗമായിട്ട് ഞാനും ഉണ്ടാവും. ഞങ്ങളും താങ്ക്സ് പറയാണ്. കാരണം ഈ തിരയെ കുറിച്ച് കൂടുതൽ അറിയാനും അതുപോലെ തന്നെ നിങ്ങൾ അതിന്റെ ഒരു ഗ്യാദറിങ്ങിനെ കുറിച്ച് പറയാനും ആ കമ്മ്യൂണിറ്റിയെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനും ഞങ്ങളുടെ UBL തന്നെ, അത് ഞങ്ങളുടെ UBL നിങ്ങളുടെ ഒരു ചാനൽ പാർട്ണറായിട്ട് നിങ്ങളുടെ തിരയുടെ ഒരു ചാനൽ പാർട്ണർ ആവാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇന്നിവിടെ നമ്മുടെ കോളേഴ്സിനെയും നമ്മുടെ പ്രേക്ഷകരെ എല്ലാരെയും കാണാനായിട്ട് നമ്മുടെ അൽവാസൽ വില്ലേജിന്റെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരാണ് വന്നത്. ഷബ്നാസ്, ഇക്ബാൽ, ഹൻസ് ആൻഡ് അനൂപ്. അത് കൂടാണ്ട് വേറെ കുറേ ആൾക്കാരുണ്ട്. എല്ലാവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ UBL നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് നമുക്ക് നമ്മുടെ ഓരോരുത്തർക്കും നമ്മുടെ UBL എപ്പോഴും നമ്മൾ ക്ലോസ്ലി നമ്മൾ ആൾക്കാരോട് നിൽക്കുന്ന ഒരു ചാനലാണ്. കാരണം ആര് വന്ന് അപ്രോച്ച് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് പ്രേക്ഷകരിലോട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു കണക്ഷൻ എപ്പോഴും ഇവിടെ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾക്കും അത് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളായിട്ട് കാണാൻ. എനിക്ക് പ്രത്യേകിച്ചും കേട്ടോ, ഐ എം വെരി ഗ്ലാഡ് ടു മീറ്റ് യു ഓൾ.
അപ്പം തിര ഭയങ്കര സക്സസ് ആവട്ടെ ആൻഡ് വിഷിംഗ് യു ഓൾ എ ഗ്രേറ്റ് സക്സസ് ആൻഡ് ടേക്ക് കെയർ. നൈസ് മീറ്റിംഗ് യു ഓൾ. അപ്പൊ ഞങ്ങൾ ഇന്ന് പോകാൻ സമയമേ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് ലാസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. വൺസ് അഗൈൻ താങ്ക് യു ഫോർ ഹാവിങ് അസ്. ഇത് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് പുറത്തേക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ചും ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചും എത്തിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ അത് ഈ ഒരു പ്രോഗ്രാമിലൂടെ എത്തി എന്നുള്ളതാണ്. ഇനി ഞങ്ങൾ ഓരോരുത്തരോടും പറയുന്നതായിരിക്കും ഇതിനെ കുറിച്ച്. ഓക്കെ, അല്ല ബേസിക്കലി ഷബ്നാസ് പറഞ്ഞ പോലെ കണക്റ്റിംഗ് പീപ്പിൾ അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മളെല്ലാവരും ജോലിയുടെയൊക്കെ പ്രഷറൊക്കെ കഴിഞ്ഞ് വരുന്നു, എല്ലാവരും തമ്മിൽ ഒരു ഒത്തൊരുമയോടുകൂടി എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് ചെയ്യുക. ഇത് തന്നെയാണ് ഇതിന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട്. സോ യു ഗൈസ് ആർ അമേസിംഗ്. ഞാൻ തുറന്ന് പറയാണ്, യു ഗൈസ് ആർ അമേസിംഗ് ആൻഡ് ഓസം. ഇങ്ങനെയുള്ള ഈ കമ്മ്യൂണിറ്റികൾ ഇനിയും മുന്നോട്ട് വരട്ടെ. നിങ്ങളൊരു മാതൃകയാവട്ടെ എല്ലാവർക്കും. ആൻഡ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഒരു ആഘോഷമാണ്. അപ്പൊ തിരക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. അതെ, അപ്പൊ ഒരു ബ്രേക്കിന് ശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. എനിക്ക് ഇവരെ യാത്ര അയക്കണം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. Thanks a lot.